എപ്പിസോഡ് തുടക്കത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്ന റേഡിസിനെയാണ് നമ്മൾ കാണുന്നത്. എന്റെ കയ്യിൽ മാജിക് ഇല്ലെങ്കിലും എനിക്കത് കുഴപ്പമില്ല, ഒരിക്കലും തോറ്റു കൊടുക്കാത്തതാണ് എന്റെ മാജിക് എന്ന് പറഞ്ഞ ആസ്ത അവന്റെ സോഡ് ഉപയോഗിച്ച് അവനെ തടയുന്നു. സോ ആസ്തയും ലിയോയും ചേർന്ന് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പെട്ടെന്നാണ് അവിടെ ഒരു ശബ്ദം കേൾക്കുന്നത്. മാസ്റ്റർ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോ ഇങ്ങോട്ട് വന്നത്. എന്നാൽ ഇവിടെയാണെങ്കിൽ മണ്ടന്മാരെ പോലെ നിങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് കുറച്ചു പേർ അങ്ങോട്ട് വരുന്നു. ഇവന്റെ മാജിക് എന്നെ ഒരുപാട് തളർത്തുന്നുണ്ട്, ഈ മുറിവിൽ നിന്നും ബ്ലഡ് വരുന്നത് നിൽക്കുന്നുമില്ല എന്ന് ചിന്തിക്കുവാണ് ആസ്ത. പിന്നീട് നമ്മൾ കാണുന്നത് പരിക്ക് പറ്റിയ ജനങ്ങളെയെല്ലാം ഓരോരുത്തരെ സഹായിക്കുന്നതാണ്. ഇതെല്ലാം ആ ഷെഫ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പാപ്പിൻസിനൊന്നും അനങ്ങാൻ പോലും സാധിക്കാതെ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് റേഡിസിന്റെ കയ്യിൽ നിന്നും ആസ്ത രക്ഷിച്ച ആ കുട്ടിയെയാണ്. നീരോയും അവളുടെ തലയ്ക്ക് മുകളിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്നെ രക്ഷിച്ച അവർക്ക് എന്തെങ്കിലും പറ്റിക്കാണോ എന്ന് പറഞ്ഞ് അവൾ സങ്കടപ്പെടുന്നു. ഇതേ സമയമാണ് ആസ്ത അവന്റെ ശരീരത്തിലെ പോയിസൺ ഉണ്ടാക്കിയ ആ മുറിവ് ഒന്നുകൂടി അങ്ങ് വലുതാക്കുന്നത്. സോ ആ പോയിസൺ ഉണ്ടാക്കിയ മുറിവ് അല്ലാണ്ട് വീണ്ടും അവിടെ മുറിവ് വന്നതുകൊണ്ട് ആ പോയിസന്റെ പവേഴ്സ് എല്ലാം നഷ്ടപ്പെടുന്നു. എന്ത് സീരിയസ്ലി ആ കേഴ്സിന്റെ ശാപം എങ്ങനെയാവൻ നശിപ്പിച്ചേ എന്ന് പറഞ്ഞ് റേഡിസ് അവനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഇവൻ മൊത്തം കോമഡി ആണല്ലോ, ഇവൻ എപ്പോ തന്നെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കാം എന്ന് അങ്ങോട്ട് വന്ന ഒരാൾ പറയുവാണ്. ഇതേ സമയം തന്നെ എല്ലാവരും അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്റെ കുട്ടിക്കാലം തൊട്ട് ഇതുവരെ ഞാൻ ഒരുപാട് ഫൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല, എന്നാ നിങ്ങൾ എത്ര പേര് വന്നാലും ഒരുത്തിനെ പോലും ഞാൻ വെറുതെ വിടില്ല. എന്റെ അവസാന ശ്വാസം വരെ ഞാൻ പിടിച്ചു നിൽക്കോടാ. സംശയമുണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കടാ. ഇവനിതെന്തു പറ്റി? ഇത്ര അടി വാങ്ങിയപ്പോ കിളിയൊക്കെ പോയോ ഇന്ന് അവിടെ വന്നവർ അവനെ നോക്കി ചിന്തിക്കുന്നു. പെട്ടെന്ന് തന്നെ അവരുടെ പല പല മാജിക് പവർ യൂസ് ചെയ്ത് ആസ്തയെ അറ്റാക്ക് ചെയ്യാണ് അവർ. ഇത് കണ്ട ആസ്ത അവന്റെ സോഡ് ഉപയോഗിച്ച് അവിടെ നിന്ന് അങ്ങ് കറങ്ങുന്നു. ഓ, ഇതാണോ നിന്റെ പവർ? മാസ്റ്റർ പറഞ്ഞില്ലേ ആ ആന്റി മാജിക് ബോയ് അത് ഇവനാണെന്ന് തോന്നുന്നു. നിന്റെ കയ്യിലുള്ളതാണ് വെപ്പണെന്ന് നീ വിചാരിക്കുന്നുണ്ടാവും, പക്ഷെ നീ സമാധാനത്തോടെ ഇരിക്കാൻ പഠിക്കണം, എന്നാ മാത്രമേ നിനക്ക് വിസാർഡ് കിങ് ആവാൻ സാധിക്കൂ എന്ന് ഫെഗോലിയൻ പറഞ്ഞത് അവൻ ആലോചിക്കുന്നു. അതെ ക്യാപ്റ്റൻ, ഞാനിപ്പോ സമാധാനത്തോടെയാണ് നിൽക്കുന്നത്. അതെ, ഞാനിപ്പോ വളരെയധികം ശാന്തനാണ്. ഇനി വരെ വെട്ടി അറിയാനുള്ള സമയമാണ്. ഒരിക്കലുമില്ല, നിന്നെ കൊണ്ട് അതിന് സാധിക്കില്ല. പെട്ടെന്നാണ് അവരെ ആരോ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നോക്കുന്ന സമയത്ത് അത് ലിയോ ആയിരുന്നു. എന്റെ ബ്രദറെ ഇല്ലാതാക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നും പോകാൻ പറ്റുമെന്ന് വിചാരിച്ചോ? ഒരിക്കലുമില്ല, ഞാൻ അതിന് സമ്മതിക്കില്ല. ആസ്ത, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അവരെ അറ്റാക്ക് ചെയ്യാം എന്ന് പറഞ്ഞ ഒരു മയമില്ലാതെ രണ്ടുപേരും ഒരുമിച്ച് അവരെ അറ്റാക്ക് ചെയ്യുന്നു. ഹേയ്, നിങ്ങൾ എന്താ ഈ നോക്കി നിൽക്കുന്നേ? അവരെ കൊല്ല് എന്ന് വിളിച്ച് പറയുവാണ് റേഡിസ്. നിങ്ങളെ കൊല്ലാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, പക്ഷെ ഞങ്ങൾക്കിപ്പോ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ ആസ്തേനെയും ലിയോയിനെയും അവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ പെട്ടെന്നാണ് ഒരു ഷീൽഡ് ക്രിയേറ്റ് ആവുന്നത്. എന്റെ ഫ്രണ്ട്സിനെ അങ്ങനെ കൊല്ലുന്നത് നോക്കി നിൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ഹേയ്, ഇത് ശരിക്കും വേറെ ലെവൽ മാജിക് ആണല്ലോ. ഇൻട്രസ്റ്റിംഗ്. ഈ പെണ്ണിനെ കാണാൻ റോയൽ ഹൗസ് സിൽവയെ പോലെ തന്നെയുണ്ടല്ലോ. ഇവരുടെ കാര്യത്തിൽ ഇനി ഒരു തീരുമാനം ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ഗ്രിമാർ ഉപയോഗിച്ചേ പറ്റൂ. റീക്രിയേഷൻ മാജിക്, മാജിക് ട്രെയിനിങ് റൂട്ട്സ് എന്ന് പറഞ്ഞ് ഒരുപാട് വേരുകൾ അങ്ങോട്ട് കൊണ്ടുവരുന്നു. സോ ആ വേരുകളെല്ലാം അവളുടെ ആ വെള്ളം അബ്സോർബ് ചെയ്യുന്നു. ഇത് കണ്ട് നോയലിന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്നാണ് ലിയോയും ആസ്തിയോ അവർക്ക് നേരെ അങ്ങ് ചാടുന്നത്. ഓ, ഈ ബാറ്റിൽ തീർച്ചയായിട്ടും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. എന്നാൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. വിൻ ക്രിയേഷൻ മാജിക്, ടൊർനാഡോ നീഡിൽസ് എന്ന് പറഞ്ഞ ഒരാൾ അവർക്ക് നേരെ ഒരുപാട് നീഡിൽസ് പറഞ്ഞു വിടുന്നു. വളരെ വേഗത്തിൽ വരുന്ന അത് തടയാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ആസ്തയുടെയും ലിയോയുടെയും ശരീരത്തിൽ അത് തറച്ചങ്ങ് കേറുന്നു. അത് വളരെയധികം ഫാസ്റ്റ് ആയിരുന്നു. ഇതാണ് നിങ്ങളുടെ അവസാനം, എന്നാ പിടിച്ചോ. പെട്ടെന്നാണ് ഒരു വലിയ വാട്ടർ ബോൾ അങ്ങോട്ട് വരുന്നത്. ഓ, ഇതുപോലത്തെ ഒരു മാജിക് പവർ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ, ഇതെവിടുന്ന് വന്നു എന്ന് അതിലൊരാൾ പറയുന്നു. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. ദുഷ്ടശക്തികളിൽ നിന്നും ജനങ്ങളെയും ക്ലോവർ കിങ്ഡത്തെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിയമിച്ച വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള മാജിക് നൈറ്റ്സ് ആയിരുന്നു അത്. മാജിക് നൈറ്റ്സ് എല്ലാം വന്നു കഴിഞ്ഞു. നേർക്ക് നേർക്ക് നിന്ന് പോരാടാതെ ട്രിക്സ് എല്ലാം യൂസ് ചെയ്ത് ഞങ്ങൾ അത്രയും ദൂരം അയച്ചിരിക്കുന്നു. നിങ്ങളൊക്കെ ഏതടാ എന്ന് ചോദിക്കുകയാണ് അലിഗ്ഡ്ര. ഇല്ല, ഇംപോസിബിൾ. നിങ്ങൾ എങ്ങനെയാ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിയേ? അതിന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടി വന്നു. ഇതിനൊരു പേര് വെക്കുവാണെങ്കിൽ സൂപ്പർ കോമ്പൗണ്ട് മാജിക് എന്നായിരിക്കും വെക്കുന്നത്. സോ എല്ലാവരും കൂടി ചേർന്ന് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. അതുപയോഗിച്ചിട്ടാണ് ഇത്ര പെട്ടെന്ന് അവരിങ്ങോട്ട് എത്തിയത്. എല്ലാവരും ഒരുപോലെ ഒരുമിച്ച് ചേർന്നത് വിജയത്തിന് വേണ്ടി മാത്രമാണ്. ഇതിനു വേണ്ടി നമുക്ക് താല്പര്യമില്ലാത്ത ഗ്രൂപ്പിന്റെ കൂടെ വരെ ചേരേണ്ടി വന്നു. എന്തായാലും നമ്മളുടെ എല്ലാവരുടെയും ഡ്യൂട്ടി ഈ ക്ലോവർ കിങ്ഡത്തെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് എന്ന് നോസിൽ അവരോട് പറയുന്നു. ഇതേ സമയമാണ് താഴെ കിടക്കുന്ന ഫെഗോലിയന്റെ അടുത്തോട്ട് മിമോസ് ഓടി വരുന്നത്. ഇവർക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞ് അവൾ അവളുടെ റിക്കവറി മാജിക് ഉപയോഗിച്ച് ഫെഗോലിയനെ റിക്കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ആസ്തേനെയും ലിയോനെയും ചെക്ക് ചെയ്യണം, അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടോന്ന് നോക്കണം എന്നവൾ പറയുന്ന സമയത്ത് ലൂണർസ് ആസ്തയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു.
ക്യാപ്റ്റനെ വരെ ഇവർ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അവർ എത്രത്തോളം പവർഫുൾ ആയിരിക്കും എന്ന് ചോദിക്കുകയാണ് ലൂണറ്റ്സ്. ശരി, ഇനി നമ്മൾ ഇവിടെ നിന്ന് ശരിയാവില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ പോണം എന്നാ പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുന്നവൻ വിളിച്ച് പറയുന്നു. എന്തിനാ ഇത്രയും ധൃതി കാണിക്കുന്നേ? മെർക്കുറി മാജിക് റെയിൻ ഓഫ് സിൽവർ എന്ന് പറഞ്ഞ് നോസിൽ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഗിൽ മാജിക് സ്റ്റിക്കി സലമാൻഡർ എന്ന് പറഞ്ഞ് അതിലൊരാൾ ഒരു വലിയ സലമാൻഡറിനെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. എന്റെ മാജിക്കിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇതിനെ കൊണ്ട് സാധിക്കില്ല എന്ന് നോസിൽ അവരോട് പറയുന്നു. ഓ അങ്ങനെയാണോ, ശരി, എന്റെ കയ്യിൽ ഒരു ഡാർക്ക് മാജിക് കൂടിയുണ്ട് എന്ന് പറഞ്ഞ അയാൾ അതിലൊരു സാധനം കുത്തിവെക്കുന്നു. സോ നോസിലിന്റെ മാജിക് പവർ എല്ലാം ആ സലമാൻഡർ അബ്സോർബ് ചെയ്യുന്നു. ഇത് കണ്ട് നോസിലിനെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്നാണ് ആ സലമാൻഡറിന്റെ കൈ കൺട്രോൾ ചെയ്ത് ആസ്തയെ അവർ പിടിക്കുന്നത്. ഹേയ്, ഇവനെ നിനക്കെന്തിനാ? ഇത് ഉപയോഗിച്ച് നീ എന്താ ചെയ്യാൻ പോകുന്നേ എന്ന് അതിലൊരാൾ ചോദിക്കുന്നു. അതൊരു സീക്രട്ടാ മോനെ എന്ന് അവരും പറയുന്നു. ശരി, ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിന്നും പോവാ. പക്ഷേ ഈ ദിവസം നിങ്ങൾ ഒരിക്കലും മറക്കില്ല മാജിക് നൈറ്റ്സ്. ആ സൂര്യനെ പോലെ ഈ ക്ലോവർ കിങ്ഡം എപ്പോഴും ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. സോ എപ്പോ വേണമെങ്കിലും ഞങ്ങൾ തിരിച്ചു വരും എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും പോകുന്നു. അവർ ആസ്തയെ കിഡ്നാപ്പ് ചെയ്തു, നമുക്ക് അവനെ രക്ഷിക്കണം, വാ നമുക്ക് പോകാം എന്ന് നോയൽ അവരോട് പറയുന്നു. മതി, നിർത്ത് നോയൽ, നമ്മളെ കൊണ്ട് അവരെങ്ങോട്ടാ പോയതെന്ന് ട്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. അവൻ പോവാണെങ്കിൽ പോട്ടെ, നമ്മുടെ ഇപ്പോഴത്തെ പ്രയോറിറ്റി റോയൽ ക്യാപിറ്റലിന്റെ സ്ട്രെങ്ത് ഇനിയും കൂട്ടുക എന്നുള്ളതാണ്. നമുക്ക് കാണാൻ സാധിക്കാത്ത പല ശത്രുക്കളും നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. അവനെ പോലെ ഒരുത്തിന് വേണ്ടി കളയാൻ നമുക്ക് സമയവുമില്ല എന്ന് നോസിൽ അവരോട് പറയുന്നു. അവർക്കിപ്പോ എങ്ങനെയുണ്ട്, രക്ഷപ്പെടുവോ? എന്റെ മാജിക് ഉപയോഗിച്ച് ഇവർക്ക് ഫസ്റ്റ് എയ്ഡ് മാത്രമേ കൊടുക്കാൻ സാധിക്കൂ. ഇങ്ങനെ തന്നെ പോവാണെങ്കിൽ നമുക്ക് ഇവരെ രക്ഷിക്കാൻ സാധിക്കില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് മിമോസ് അവരോട് പറയുന്നു. എന്തുപറ്റി, ഈ സ്ക്വാഡ് ക്യാപ്റ്റൻ ഇങ്ങനെയാണോ? ഹൗസ് വെർമിലിയന്റെ ക്യാപ്റ്റന് ഇത്രയും പവർ ഉള്ളോ? ഇത് റോയൽറ്റിക്ക് വളരെയധികം അപമാനമാണ് എന്ന് അവരെ നോക്കി പറയുവാണ് സോളിഡ്. ഇങ്ങനൊരു സിറ്റുവേഷനില് എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നേ? കാരണം ഞങ്ങൾ എല്ലാവരും മാജിക് നൈറ്റ്സ് ആണ്. ഒരു മിഷനിൽ ഞങ്ങൾ വിജയിച്ചില്ലെങ്കിൽ അതിനർത്ഥം ഞങ്ങളെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്നാണ്. എന്ന് കരുതി ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നേ? നീ ഒന്നും മിണ്ടാണ്ടിരിക്കുക. ഈ ക്രിംസൺ ലയൺസ് കിങ് എപ്പോഴും ഇങ്ങനെ തന്നെയാ. മതി നിർത്ത്, നമ്മളിപ്പോ ഫൈറ്റ് ചെയ്യേണ്ട അവസരമാണ്. തീർച്ചയായിട്ടും നമുക്ക് വിജയിച്ചേ പറ്റൂ. ഏതോ ഒരു സ്പെല്ലാണ് നമ്മുടെ ട്രാൻസ്മിഷൻ മാജിക് ബ്ലോക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പുറത്തുനിന്നും വന്ന ആരെയും അത് നമുക്ക് കാണിച്ചു തരാണ്ടിരുന്നത്. ഇനി മുതൽ എല്ലാവരും വളരെയധികം ഷാർപ്പായിട്ടിരിക്കണം. ഇവിടെയുള്ള എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യണം എന്ന് അലിഗ്ഡ്ര അവരോട് പറയുന്നു. ഇതേ സമയം ബ്ലൂ റോസ് അവിടെ മൊത്തം പെട്രോളിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹേയ് ക്ലാസ്, പെട്ടെന്ന് എന്നെ HQ-ലോട്ട് പോയി ബാക്കപ്പിന് ആളെ കൂട്ടിയിട്ട് വാ എന്ന് ലൂണറ്റ്സിനോട് അവർ പറയുന്നു. ഇത് കേട്ട് അവരവിടെ നിന്നും പോകുന്നു. എന്ന് ഇതേ സമയം ആസ്തയെ ആലോചിച്ച് നിൽക്കുവാണ് നോയൽ. പിന്നീട് നമ്മൾ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെയുള്ള ഒരു ചെറിയ കൊട്ടാരത്തിലോട്ട് ആസ്തേനെയും കൊണ്ട് റേഡീസും മറ്റുള്ളവരും വരുന്നു. റേഡീസ്, ഒരു പ്രശ്നവുമില്ലാതെ ഇതെല്ലാം തീർത്തിട്ട് വരാനല്ലേ നിന്നോട് പറഞ്ഞേ? മാസ്റ്റർ ഇപ്പോ തന്നെ ഒരുപാട് അധികം ദേഷ്യത്തില. ആവശ്യമില്ലാണ്ട് ഇനി നീ ഒന്നും ചെയ്യരുത്. ക്യാപ്റ്റനെ കൊണ്ടുവരുന്നതിന് പകരം ഇവനെയാണ് കൊണ്ടുവന്നത്. നീ ശരിക്കും ഒരു മണ്ടനാ. ഞങ്ങൾ പറഞ്ഞത് അതുപോലെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചേനെ. നീ എന്താ പറയുന്നേ? അവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഒരു പാഠം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് റേഡീസ് അവരോട് പറയുന്നു. കാതറിനാണ് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിയതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ആ വയസ്സായിട്ടുള്ളവരെ പറ്റി ഒന്നും അറിയില്ല. എന്ത് വയസ്സായിട്ടുള്ളവരോ? നിങ്ങൾ എന്തിനാ അവരുടെ കാര്യത്തിൽ ഇത്രയധികം അപ്സെറ്റ് ആവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ എന്താ പ്രശ്നം? അതോട് സാലി, ഇവനെ അങ്ങോട്ട് കൊണ്ടുപോവാൻ സാധിക്കില്ല. ഇവനെ ഇപ്പൊ തന്നെ കൊന്നു കളഞ്ഞേക്ക്. എന്ത്? ഇത്രയും നല്ലൊരു പരീക്ഷണ വസ്തുവിനെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇവന്റെ കയ്യിലിരിക്കുന്നത് സാധാരണ മാജിക് അല്ല, മാജിക്കിനെ ഇല്ലാതാക്കുന്ന ആന്റി മാജിക്. അതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? സോ അവരുടെ മാസ്റ്റർ അങ്ങോട്ട് വരുന്നതിന് മുൻപ് അവനെ കൊന്നു കളയാൻ വേണ്ടി അവരെല്ലാവരും സാലിയോട് പറയുന്നു. എന്നാൽ ഇപ്പോഴാണ് മഴങ്ങി കടന്നിരുന്ന ആസ്തയ്ക്ക് ബോധം വരുന്നത്. ഓ, നീ എഴുന്നേറ്റോ? ശരി, ഇവരെ പറഞ്ഞു മനസ്സിലാക്കാൻ നീ എന്നെ ഒന്ന് സഹായിക്ക്. നീ ഇപ്പോ ഒരു എസ് പറഞ്ഞാ എനിക്ക് നിന്നെയും നിന്റെ ഗ്രിമോറിനെയും പറ്റി പഠിക്കാൻ സാധിക്കും. പിന്നീട് വേണമെങ്കിൽ നിന്നെയൊക്കെ കീറിമുറിച്ച് നിന്റെ ഉള്ളിലെ ഓർഗൻസ് ഒക്കെ പുറത്തെടുത്ത് അതിനകത്തൊക്കെ എന്താണെന്ന് നോക്കാൻ സാധിക്കുമല്ലോ. ഇവളൊരു പെണ്ണാണോ? ഇവൾ എന്തൊക്കെയാ പറയുന്നേ? ഇവൾക്ക് ശരിക്കും ഭ്രാന്താണെന്ന് തോന്നുന്നു. ശരി, നീ എന്തെങ്കിലും ചെയ്യ്, ഞങ്ങളെ വെറുതെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് മറ്റുള്ളവർ അവിടെ നിന്നും പോകുന്നു. ഇതേ സമയമാണ് അങ്ങോട്ടൊരാൾ വരുന്നത്. ഓ, നിങ്ങൾ വന്നോ? ഞാൻ നിങ്ങളെ കാത്തിരിക്കുമായിരുന്നു. അയാളെ കണ്ട് ആസ്ത ഞെട്ടിത്തരിച്ചു നിൽക്കുന്നു. ഇല്ല, ഒരിക്കലുമില്ല. ദ വിസാർഡ് കിങ് ജൂലിയസ് നോവക്രോണോ, ഞങ്ങളെ നീ എങ്ങനെയാ കണ്ടുപിടിച്ചേ എന്ന് അവർ കിങ്ങിനോട് ചോദിക്കുന്നു. റോയൽ ക്യാപിറ്റലിലോട്ടുള്ള നിങ്ങളുടെ ട്രിപ്പൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിരുന്നോ എന്ന് ചോദിക്കുവാണ് വിസാർഡ് കിങ്. അവനെ കൊല്ല് എന്ന് പറഞ്ഞ് രണ്ടുപേർ വിസാർഡ് കിങ്ങിനെ നേരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ അവർ കൈ പൊക്കിയത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ. വിസാർഡ് കിങ് അവരെ വെറും പൊടികളാക്കി മാറ്റുന്നു. അവരെവിടെ? അവരെ അങ്ങനെ ചെയ്തതിന് എന്നോട് ക്ഷമിക്കുക. നിങ്ങളെ എല്ലാവരെയും പിടിച്ചു കെട്ടാൻ കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും. ഇതാവുമ്പോ കുറച്ചുകൂടി സിമ്പിളാ.
വീണ്ടും അവർ വിസാർ കിങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതെല്ലാം നിങ്ങളായിട്ടാ തുടങ്ങി വെച്ചത്. റോയൽ ക്യാപിറ്റലിനെ ഇല്ലാതാക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യമായിരുന്നു. ഇപ്പോ എന്തു പറ്റി? നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടോ? മരിക്കാൻ പേടിയുള്ളവനൊന്നും കൊല്ലാൻ നിൽക്കരുത്. ശരി, ഞാനൊരു കാര്യം പറയാം. എന്നെ കുറച്ചധികം ബുദ്ധിമുട്ടിക്കാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിലുണ്ട്. എന്നാ അത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അതിനു പകരമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഡീല് തരാം. ആദ്യം ആരും കീഴടങ്ങുന്നോ ഞാൻ അവരെ വെറുതെ വിട്ടേക്കാം. ആരാധനാദ്യം തയ്യാറാവുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് വിസാർ കിങ് അവരോട് പറയുന്നു. എന്നെ ഇത് കേട്ട് വീണ്ടും വിസാർ കിങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുവാണ് അവർ. എന്നാ വിസാർ കിങ് എന്നാ സുമ്മാവാ. അവർക്കൊന്ന് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ വളരെ വേഗത്തിൽ അതിൽ നിന്നെല്ലാം വിസാർ കിങ് ഒഴിഞ്ഞു മാറുന്നു. ശരി, ഒരു ചെറിയ ടെസ്റ്റ്. ഇത്രയും പേരുള്ളപ്പോ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ടൈം ബൈൻഡിങ് മാജിക് ക്രോണോസ്റ്റേസിസ്. സോ അവർക്കൊന്ന് അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ വിസാർ കിങ് അവരെ ലോക്ക് ചെയ്യുന്നു. നിങ്ങൾക്കൊക്കെ കുറച്ചുകൂടി ശക്തി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. ഇതേ സമയമാണ് സാലയുടെ മാജിക്കിൽ നിന്നും ആസ്ത താഴോട്ട് വീഴുന്നത്. ഹേ ആസ്ത, നീ ഓക്കെ അല്ലേ? വീണ്ടും നിന്നെ കണ്ടതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. എനിക്കും. സോ അത്രയധികം മാജിക് നൈറ്റ്സിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഇവരെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ വിസാർ കിങ് ലോക്ക് ചെയ്തത് കണ്ട് ആസ്ത കിളി പോയിട്ട് നിൽക്കുവാണ്. ഹേയ് ആസ്ത, ഒരു വിസാർ കിങ് ആവണോന്നല്ലേ നിന്റെ ആഗ്രഹം? അങ്ങനെയാണെങ്കിൽ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം നീ ഒന്ന് ഓർത്തു വെച്ചോ. നീ ഏറ്റുമുട്ടേണ്ടി വരുന്ന കാര്യങ്ങളിൽ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഇത് എന്ന് വിസാർ കിങ് അവരോട് പറയുന്നു. ഞാൻ ശരിക്കും ഇവരെ വേണം ഫോളോ ചെയ്യാൻ. ഈ രാജ്യത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വ്യക്തി, ദ പവർഫുൾ മജീഷ്യൻ. ഇവരെക്കാൾ പവർഫുൾ ആയാൽ മാത്രമേ എന്നെ കൊണ്ടൊരു വിസാർ കിങ് ആവാൻ സാധിക്കൂ. തീർച്ചയായിട്ടും ഒരു ദിവസം ഞാനൊരു വിസാർ കിങ് ആയി മാറിയിരിക്കും എന്ന് ചിന്തിക്കുകയാണ് ആസ്ത. ശരി, എഴുന്നേക്ക് എന്ന് പറഞ്ഞ് വിസാർ കിങ് അവന് കൈ കൊടുക്കുന്നു. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരാളിതാ ഇപ്പൊ എന്നെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ആസ്ത, ഒരിക്കലും തോറ്റു കൊടുക്കരുത്. എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞ ആസ്ത സ്വയം എഴുന്നേക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓ, നിനക്ക് എന്റെ സഹായം വേണ്ടല്ലേ? ശരി, ഞാനിത് ഇഷ്ടമുണ്ടായിട്ട് പറയുന്നതൊന്നുമല്ല. നിങ്ങളുടെ മാജിക് വളരെ നന്നായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇവിടെ വെച്ചിരിക്കുന്ന ഈ ജോൽസ് അടങ്ങിയിട്ടുള്ള ഈ ടാബ്ലറ്റ് എന്താ? ഇതിലുള്ള അക്ഷരങ്ങളൊന്നും ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. ഇതെനിക്ക് വായിക്കാനും സാധിക്കുന്നില്ല. ഇത് നിങ്ങൾ എങ്ങനെയാ കണ്ടുപിടിച്ചേ എന്ന് വിസാർ കിങ് അവരോട് ചോദിക്കുന്നു. ഓ സോറി, എന്റെ മാജിക്കിനകത്തിരിക്കുന്ന നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കില്ലല്ലേ? അത് ഞാൻ മറന്നു. ശരി, നമുക്ക് ക്ലോവർ കിണ്ടത്തിലോട്ട് പോകാം. അവിടെ വെച്ച് ഇതിനെപ്പറ്റി സംസാരിക്കാം എന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടൊരാൾ വരുന്നത് പോലെ അവർക്ക് തോന്നുന്നത്. കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രകാശത്തോടു കൂടി അങ്ങോട്ടൊരാൾ വരുന്നു.